മാനവികതയുടെ കാരുണ്യവും സ്നേഹവും നിറഞ്ഞ പശിമ കൊണ്ട് അവർ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിന് കൂടുതൽ തെളിച്ചവും വെളിച്ചവും നൽകി. താൻ അഭിനയിച്ചു ജീവിച്ച കഥാപാത്രങ്ങളിലൂടെയും താൻ പാടി അനശ്വരമാക്കിയ ഗാനങ്ങളിലൂടെയും ഒരു ജനതയുടെ ഭാഗധേയമാണ് സുലോചന കരിപ്പിടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഉത്സവപ്പറമ്പുകളിലും മൈതാനങ്ങളിലും കൊട്ടകകളിലും നേരം പുലരും വരെ തടിച്ചുകൂടിയിരുന്ന പൊതുജനങ്ങളെ മിമിക്രി കാട്ടി നിഷ്ക്രിയരാക്കുക എന്ന അരാഷ്ട്രീയ ദൌത്യമായിരുന്നില്ല സുലോചന നിർവഹിച്ചിരുന്നത്. മറിച്ച് മാറ്റങ്ങളുടെ കൊടുങ്കാറ്റുകൾക്ക് കുഴലൂതുകയും അതിന്റെ മഹാപ്രവാഹത്തിൽ ജനതയെ അണിനിരത്തുകയുമായിരുന്നു. വെള്ളാരം കുന്നിലെ കാറ്റിലും ഓടക്കുഴലുമായി വന്നവന്റെ പാട്ടിലും ചെപ്പുകിലുക്കുന്ന ചങ്ങാതിയിലുമെല്ലാം തനി കേരളീയമായ ഒരിടം സൃഷ്ടിക്കുകയാണ് ONVയ്ക്കും ദേവരാജനും വയലാറിനുമൊപ്പം സുലോചനയും ചെയ്തത്. സുലോചന സാധാരണ ജനങ്ങളുടെ ലാവണ്യശാസ്ത്രത്തിന് തന്റെ അഭിനയത്തിലൂടെയും പാട്ടിലൂടെയും പുതിയ നിർവചനങ്ങൾ രചിച്ചു. വിശ്വനാഥൻ വരാൻ പറ. കുഴപ്പം മറ്റൊന്നുമല്ല, ഇവന്മാരെ ഫാമിന്റെ പുറകെ പോയി കണ്ടെന്നെങ്ങും മറന്നു കളയും. ജീവിതാനുഭവങ്ങളില്ലെന്ന് ഇവന്മാർ വല്ലതും ജീവിതം കണ്ടിട്ടുണ്ട്? അല്ല, ഇപ്പൊ എന്ത് എഴുതി കൊടുത്താൽ അച്ചടിക്കാൻ ആവില്ല. ഞാൻ എഴുതി തുടങ്ങുന്ന കാലത്ത് മിസ്റ്റർ വൈക്കം, ഇതൊന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഒരക്ഷരം മനസ്സിലാവില്ലെങ്കിൽ എനിക്കൂടെ ഒന്ന് പറഞ്ഞു. കഥ എഴുതി വെച്ചിരിക്കുന്നു, 1/2 പേജിലൊരു കഥ. മനസ്സിലാകാത്തതെല്ലാം മോശമായിരിക്കണമെന്നില്ല. ഇവന്റെയൊക്കെ ഒരു മോഹ പങ്ക്. അത്രയ്ക്കൊരു അസഹിഷ്ണുത വേണോ? പുതിയ എഴുത്തുകാരെ പഴയ ആളുകൾ എതിർക്കും. എതിർപ്പിന്റെ പേരിലാണല്ലോ ഒരു കാലത്ത് നിങ്ങളും അറിയപ്പെട്ടത്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഇന്ന് ഇറങ്ങുന്ന ഒറ്റ ചവറെങ്കിലും ആളുകൾ ഓർമ്മിക്കും. അതിപ്പോ കാലത്തിന്റെ പ്രശ്നം ഏതൊക്കെ അതിജീവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം. ശങ്കരപ്പിള്ള ഒന്ന് മനസ്സിലാക്കണം, ഈ ജീവിതഗന്ധിയായ സാഹിത്യമുണ്ടല്ലോ, ഒരുത്തനും അങ്ങനെ തൂത്തെറിയാനും മറ്റും പറ്റത്തില്ല. പക്ഷെ ഗന്ധം എവിടെ? ഹലോ, അതെ വയ്ക്കാം. ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. തന്നെ ഇപ്പോഴും വെളിയിലേക്ക് കാണാനേ ഇല്ലല്ലോ. അതേ, ആ വേല കയ്യിലിരിക്കട്ടെ കേട്ടോ, കയ്യിലിരിക്കട്ടെ. പിന്നെ തന്റെ തുടരൻ എവിടെ? തുടരൻ ഏതോ അനൗൺസ് ചെയ്ത് പോയതാണെന്ന്. ബട്ട് ഡോണ്ട് ലെറ്റ് മീ ഡൗൺ. എവിടെയോ? ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാ മഹാന്മാരും ഉണ്ട്. ആരാ? GP ആണോ? ശാസ്ത്രം അവന് സമയമില്ലെന്ന്. ഒരു കാര്യം ചെയ്യും സാറേ, ആ എഴുതിയിടത്തോളം ഇങ്ങോട്ട് കൊടുത്തയക്കും. ഞാൻ ആളെ അയക്കാം. ഇന്ന് തന്നെ. റൈറ്റോ, താങ്ക് യു. അവൻ ആള് ജഗരില്ല. പകുതി കാശ് നേരത്തെ അങ്ങ് അഡ്വാൻസ് മേടിച്ചിരിക്കുക. അവനിപ്പോ സമയം വല്ലതുമുണ്ടോ? സിനിമാക്കാർ അവനെ പൊതിഞ്ഞിരിക്കല്ലേ. അപ്പോൾ ഞാൻ ഇറങ്ങിട്ടെ മിസ്റ്റർ വൈക്കം. എവിടെ പോകാനാണെന്ന്? ഇല്ല, പോയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ആശാന്റെ കൃതികൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? പരമ ബോറാകുന്നുണ്ട് ഈയിടെ. അത്ര സിനിക്കലാവണോ ശങ്കരപിള്ളേ? യെസ്. ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. വീക്കിൽ നിന്ന് സീരിയലൈ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം. നോവലാണോ? അതെ. കഥ എന്താണ്? ടെൽ മീ എ ജിസ്റ്റ്. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിർവൃതി. ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ നോക്കട്ടെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യും. സാറ്റർഡേ, സൺഡേ ഒരു 11 മണി ഇങ്ങോട്ട് വരും.